നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സമ്പന്ന ഭാവി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ അവിടെ നല്ല സമയവും ചീത്ത സമയവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഗ്രഹങ്ങളുടെ സാന്നിധ്യം, ഗ്രഹമാറ്റം, ദൃഷ്ടി ഇത്യാദി കാര്യങ്ങൾ കൊണ്ടാണ്. ചില നക്ഷത്രക്കാർക്ക് മോശമെന്ന് പറയുന്ന ഫലങ്ങൾ ചിലപ്പോൾ അനുകൂലമായി മാറാറുണ്ട്. അത് അവരുടെ ജാതകത്തിലെ സമയത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ടായിരിക്കും. പൊതുവെ നക്ഷത്രത്തിന്റെ ഭാവി പറയുമ്പോൾ പൊതുഫലങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ അവരുടെ ഇപ്പോഴുള്ള ദശാകാലവും അപഹാരവും അനുകൂലമാണോ പ്രതികൂലമാണോ എന്നും കൂടി പരിഗണിച്ചു വേണം. അവിടെ ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യങ്ങൾ കൂടി പരിഗണിച്ചു വേണം. എന്നാൽ മാത്രമേ പൂർണ്ണ തോതിലുള്ള ഫലങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുണം എന്ന് പറയുന്ന നക്ഷത്രത്തിന് ദോഷവും, ദോഷം എന്ന് പറയുന്ന നക്ഷത്രത്തിന് ഗുണങ്ങളും ലഭിക്കുന്നത്. പക്ഷെ പൊതുവായ ഫലങ്ങൾ നല്ല രീതിയിൽ തന്നെ അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കും. അത്തരത്തിൽ ചില അനുകൂലമായ സ്ഥിതിശേഷം ആഡംബര ജീവിതത്തോടുകൂടി അവരുടെ എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും വർദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സാമ്പത്തിക നിലയിൽ ഇവർ കുതിച്ചുവരും. വിലപിടിപ്പുള്ള വസ്തുക്കൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ശുക്രന്റെ അനുകൂലമായ സ്ഥിതിയും ശുക്രന്റെ രാശ്യാധിപ സ്വഭാവവും വെച്ച് ചില നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. വരുന്ന ഒരു വർഷക്കാലം ഈ നക്ഷത്രക്കാരുടെ ജൈത്രയാത്ര തന്നെ തുടരുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്നും ലക്ഷ്മി കടാക്ഷത്തോടുകൂടി അവരുടെ ജീവിതം വഴിമാറാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു വർഷക്കാലം ജീവിതത്തിൽ സാധ്യമാക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാർക്കാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്വർണപ്രഭ ചൊരിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. ഇവർക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ലോട്ടറി ഭാഗ്യം വരെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് ഏറ്റവും പ്രാപ്തരായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. ഇപ്പോൾ വരുന്ന ഒരു വർഷത്തിന്റെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുകൂലമായ രീതിയിൽ പ്രതിഫലിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭഗവാന് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ലക്ഷ്മി പൂജ, ലക്ഷ്മി നാരായണ പൂജ ഇത്യാദി പൂജകൾ, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേവി കടാക്ഷത്തിന്റെ അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. ലക്ഷ്മി കടാക്ഷം ഇവർക്ക് സമ്പന്നത വർദ്ധിപ്പിക്കും. സമ്പന്നമായ ഭാവി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിൽ, എല്ലാ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ പലപ്പോഴായി അവർക്ക് സമ്പന്നയോഗം വരാറുണ്ട്. പലപ്പോഴും പലർക്കും ഇത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ അത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് കഷ്ടമായി പറയുന്നത്. അനുകൂലമായ ഫലങ്ങൾ വരുന്ന സമയത്ത് അതിനുള്ള വഴിപാടുകൾ ചെയ്ത് അതിനുള്ള തടസ്സങ്ങൾ മാറ്റി പൂർണ്ണ തോതിലുള്ള അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നൽകുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ധനയോഗം, ലക്ഷ്മി കടാക്ഷം, ലക്ഷ്മി അനുഗ്രഹം, മഹാലക്ഷ്മി ദേവിയുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അതുകൊണ്ടാണ് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകളും സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നതിന്റെ പൊരുൾ. അതോടൊപ്പം തന്നെ കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ തുടങ്ങാതെ ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ അവിടെ ചെയ്യുക. അതോടൊപ്പം തന്നെ പിതൃപ്രീതി വർദ്ധിപ്പിക്കുക. അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള ദോഷവശങ്ങൾ മാറുകയും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അതിനുള്ള പരിഹാരം ലഭിക്കുകയും ചികിത്സാ മാർഗങ്ങൾ ഫലിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി മനസ്സിന് സന്തോഷവും ആരോഗ്യവും ഒക്കെ വന്നു ചേരുന്ന, ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ഭേദപ്പെട്ട രീതിയിൽ ആരോഗ്യം പുരോഗമിക്കുകയും പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു സമയം. അതിലൂടെ
കുടുംബത്തിന്റെ ഒരു ഐശ്വര്യം കളിയാടുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. സമ്പത്ത് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ ചെയ്യേണ്ടത് ലക്ഷ്മി കുബേര പൂജ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും കുബേരന്റെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബത്തിലും വ്യക്തിപരമായും ഒക്കെ ഉണ്ടാകുന്നതിനും വേണ്ടി ഇത്യാദി പൂജകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പാൽപായസ വഴിപാട് സമർപ്പിക്കുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിലും കൂള പുഷ്പാഞ്ജലി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ ദോഷ ദുരിതങ്ങൾക്കും ആയുർ ദൈർഘ്യത്തിനുമൊക്കെ ഇത്തരം വഴിപാടുകളും പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും ഒക്കെ ജീവിതത്തിൽ സാധ്യമാകും. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാമ്പത്തിക നിലയിൽ പുരോഗതി കാണും. കടബാധിത, സാമ്പത്തിക ദുരിതങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് വായ്പയായോ കടമായോ അല്ലെങ്കിൽ ബാങ്കേതര സ്ഥാപനങ്ങൾ അവയിലൊക്കെ നിന്നുള്ള കടബാധ്യത, സ്വർണ്ണപ്പണയം ഇത്യാദി കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അത് വീട്ടിൽ വസ്തുവകകൾ സ്വന്തമാക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ മാനസിക വ്യതകളിൽ നിന്നും മോചനം ലഭിക്കുകയും മനസ്സിന് പലതരത്തിലുള്ള വ്യതകൾ ബാധിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ശുക്രകടാക്ഷം, ലക്ഷ്മി കടാക്ഷമൊക്കെ ജന്മനാ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. നക്ഷത്ര ബലം കൊണ്ട് അവരുടെ സമയത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്ന, മികച്ച രീതിയിൽ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി അത്ഭുതപ്പെടുത്തുന്ന വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച ഉയർച്ചകളൊക്കെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ചിത്ര നക്ഷത്രക്കാർ അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ സാധ്യമാകുന്ന, അത്ഭുതം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ, നേട്ടങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതപ്പെടുത്തുന്ന അവസ്ഥകൾ, അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലക്ഷ്മി പ്രീതികരമായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ശുക്രന്റെ അനുകൂലമായ ഭാവം കൊണ്ട് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ജീവിതത്തിന്റെ ആദ്യകാലം മുതൽക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിത അവസാനം വരെയും ജീവിതത്തിന്റെ എല്ലാവിധ കാലഘട്ടത്തിലും ഇവർക്ക് ശുക്രന്റെ ആനുകൂല്യങ്ങൾ എപ്പോഴും ഉണ്ടാകും. അത് പ്രീതികരമായ രീതിയിൽ അനുഭവവേദ്യമാകുന്നതിനും വരുന്ന ഒരു വർഷക്കാലം അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഇവർ വഴിപാടുകൾ ചെയ്യുക. ലളിത സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പൂജകൾ ചെയ്യുക. എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഉണ്ടാകും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും ആരോഗ്യ പരിരക്ഷ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എല്ലാവിധത്തിലുള്ള സംരക്ഷണം ദേവിയുടെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും എല്ലാം കൊണ്ടും ഉയർച്ചകൾ സംഭവിക്കുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ ഒക്കെ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശുക്രൻ ഉച്ചത്തിൽ തന്നെ നിൽക്കുന്ന ജീവിത ഉടനീളം അവരുടെ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ലക്ഷ്മി കടാക്ഷത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, സമ്മാനങ്ങൾ ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുതിച്ചുയരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആവോളം എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഒന്നിച്ചേരുകയും ഉയർന്ന വരുമാനമൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരും. പ്രത്യേകിച്ചും വിദേശ രാജ്യത്തേക്ക് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിനും അവിടെ അനുകൂലമായ രീതിയിൽ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ വന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. വലിയ വലിയ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും ശുക്ര യോഗം കൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യ
സമ്പൂർണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക നിലയിലും പണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് മറികടക്കാൻ സാധിക്കുകയും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.